എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടോ, വലിയ ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റാണ് ഈ കാണുന്നത്. ഇതിനെ യാതൊരുവിധ വൈദ്യുതിയും ആവശ്യമില്ല. അതുമാത്രമല്ല, സൂര്യപ്രകാശം കിട്ടുന്ന എവിടെ വേണമെങ്കിലും ഈ ഒരു ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതിനായിട്ട് യാതൊരുവിധ വയറോ കേബിളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്താൽ രാത്രിയാകുമ്പോൾ തനിയെ കത്തി നമുക്ക് വെട്ടം ലഭിക്കുന്നതാണ്. 30 AH കപ്പാസിറ്റിയുള്ള വലിയ ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമുക്ക് ബാക്കപ്പ് ലഭിക്കുന്നതാണ്. ഈ ഒരു സാധനം പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിൽ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പോയി കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമുക്ക് അറിയാവുന്ന രീതിയിലുള്ള മറുപടിയൊക്കെ നമ്മൾ തരുന്നതാണ്. ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നമുക്ക് ആമസോണിലെ ഒരു 1500 രൂപ തൊട്ട് ഒരു 7000 രൂപയ്ക്ക് ഉള്ളിൽ ലഭ്യമാണ്. ഇതിൻ്റെ വാട്ട്സും ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച് വില കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. എന്തായാലും അത്യാവശ്യം നല്ല കുറച്ച് മോഡൽസിൻ്റെ പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന്. നമ്മൾ വാങ്ങിച്ച ഈ ഒരു സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ പുതിയതൊന്നുമല്ല, പക്ഷേ എങ്കിൽ ഇത് പുതിയതുപോലെ തന്നെ ഇരിക്കും. കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല കുറഞ്ഞ പൈസയ്ക്ക് കിട്ടിയതാണ്. ഇതിനകത്ത് 4 വോൾട്ട് 23 വാട്ട്സ് വരുന്ന സോളാർ പാനൽ ആണ് ഉപയോഗിച്ച് ഇരിക്കുന്നത്. പിന്നെ ഇതിനകത്താണെങ്കിൽ 3.2 വോൾട്ട് 30 AH കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3.2 വോൾട്ടിൻ്റെ 15 AHൻ്റെ 2 സെല്ലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ആണ് ഇതുപോലത്തെ ലൈറ്റുകളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. കാരണം ഇത് സൂര്യപ്രകാശം ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്ന ഒരു ലൈറ്റാണല്ലോ. പിന്നെ ഉണ്ടല്ലോ, ഇതിൽ മഴക്കാലത്ത് തുടർച്ചയായിട്ട് മഴ വന്നിട്ട് മഴക്കാലൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ചാർജിങ് ഒന്നും മര്യാദയ്ക്ക് നടക്കത്തില്ല. ആ സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ലൈറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കുറച്ച് വെച്ച് ഉപയോഗിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചൊക്കെ ഉണ്ട്. അങ്ങനെ സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാണ് നമുക്കിത് കുറച്ച് പ്രൈസ് കുറവിൽ ലഭിച്ചത്. പിന്നെ ആണെങ്കിൽ ആമസോണിൽ നിങ്ങൾ പുതിയൊരു ലൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില ബ്രാൻഡ് 2 വർഷം, ചില ബ്രാൻഡ് 1 വർഷം ഒക്കെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി വാങ്ങിക്കുക. ഇതിൻ്റെ ബോഡി വരുന്നത് പ്ലാസ്റ്റിക് ആണ്. നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കുറച്ച് ദിവസമായി മഴയത്തും വെയിലത്തും ഇരുന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റി. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് 4-5 ദിവസം മഴ പെയ്തപ്പോൾ ഇതിനകത്ത് വിശർത്ത് വെള്ളം വന്നേക്കൂട്ട് കുറച്ച് വെള്ളം ആ ഒരു ചില്ലിൻ്റെ പുറത്ത് ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നി. അത് അങ്ങനെ നല്ല രീതിയിലൊന്നുമില്ല, അതിലേക്ക് കുറച്ച് മാത്രം. ഇതുപോലത്തെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടേ ഇപ്പോൾ കുറേ കാലമായി. നല്ല രീതിയിൽ എല്ലാ ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ 2 ലൈറ്റ് ഉണ്ട്. രണ്ടും നല്ല രീതിയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് തുടർച്ചയായിട്ട് മഴ വന്നപ്പോൾ കുറച്ച് ബാക്കപ്പ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഇല്ലാത്ത സമയത്താണ് ഈ പറഞ്ഞ പോലെ ബാക്കപ്പിൽ ഇഷ്യൂസ് ഉള്ളത്. അല്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ല, രാവിലെ വരെ ലഭിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലും എനിക്കറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളിലും ഈ ടൈപ്പ് ലൈറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലായിടത്തും തന്നെ ഒരു 3 മണിക്കൂർ വരെയാണ് ഫുൾ ലൈറ്റിൽ ഈ ഒരു ലൈറ്റുകൾ കത്തിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ രാവിലെ വരെ കുറഞ്ഞ വട്ടത്തിൽ കത്തി നിൽക്കും. എന്തെങ്കിലും അനക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ മോഷൻ സെൻസർ ഉപയോഗിച്ചിട്ട് ഫുൾ ലൈറ്റിൽ കത്തും. അതാണ് സെറ്റപ്പ്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴേ എല്ലാ ദിവസവും ഈ ഒരു ബാറ്ററിയുടെ ചാർജ് ഫുള്ളായിട്ട് തീരത്തില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം നമുക്ക് ആ ഒരു ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 3.2 വോൾട്ടിൻ്റെ സെല്ലാണ്, അതുകൊണ്ട് തന്നെ ലൈഫ് ഉണ്ട്. കണ്ടോ, നല്ലൊരു ഹൈറ്റിൽ നിന്നാണ് ഈ ഒരു ലൈറ്റ് നമ്മൾ താഴോട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഒരുപാട് ഏരിയയിലേക്ക് നല്ലൊരു വെളിച്ചം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഇങ്ങനത്തെ ലൈറ്റ് ഉപയോഗിച്ചാൽ ഗുണം. നമ്മൾ അത്യാവശ്യം വലിപ്പം കൂടിയ വാട്ട്സ് കൂടിയ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏരിയയിലേക്ക് ഇതിൻ്റെ വെട്ടം ലഭിക്കുന്നതാണ്. കണ്ടോ, താഴെയൊക്കെ നോക്കി എന്നാ സൂപ്പർ വെട്ടാന്ന്. ഇത് യാതൊരുവിധ പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ച ലൈറ്റാണ്. അതും പുതിയ ലൈറ്റൊന്നുമല്ല, കുറച്ച് സ്ക്രാച്ചൊക്കെ നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഇതിൻ്റെ കൂടെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു റിമോട്ട് ലഭിക്കുന്നുണ്ട്.
ആ ഒരു റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഓണാക്കാൻ ഓഫാക്കാനൊക്കെ പറ്റുന്നതാണ്. നിങ്ങൾ എല്ലാ ദിവസവും റിമോട്ട് ഉപയോഗിച്ച് ഈ ലൈറ്റ് ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൂര്യപ്രകാശം പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കത്തുന്നതാണ്. അതിനുശേഷം രാവിലെ സൂര്യപ്രകാശം വന്നു കഴിയുമ്പോൾ ലൈറ്റ് കെട്ടുപോകും. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഇതുപോലത്തെ റിമോട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ആ ഒരു ബാറ്ററിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ക്വാളിറ്റിയുള്ള ബാറ്ററി മേടിച്ചിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ ബാറ്ററി പൊട്ടി ഒലിച്ച് റിമോട്ട് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇതാണ് താഴെ നിന്ന് വെച്ചിരിക്കുന്ന ഹൈറ്റ്. ഇത്തരം ഹൈറ്റിലാണ് നമ്മൾ ലൈറ്റ് വെച്ചിരിക്കുന്നത്. ആ ഒരു വെട്ടമാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത്.